ചാലക്കുടി അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ ആന ജനവാസ മേഖലയിലെത്തി. ആനയെ മയക്കുവെടി വെച്ച് പിടികൂടി ചികിത്സാ ദൗത്യം ആരംഭിക്കാനിരിക്കെയാണ് ആന ജനവാസ മേഖലയിൽ വീണ്ടും എത്തിയത്. ആനയുടെ പുതിയ ദൃശ്യങ്ങൾ 24 കിട്ടി. തൃശ്ശൂരിൽ നിന്നും സൂരജ് സജി തത്സമയം ചെയ്യുന്നു. സൂരജ്, യഥാർത്ഥത്തിൽ ഈ ആന വീണ്ടും നമ്മുടെ ക്യാമറയിൽ പെടുകയാണ്. നേരത്തെയും നമ്മുടെ ക്യാമറ സംഘത്തിലായിരുന്നല്ലോ ഈ ആന വന്ന് പെട്ടത്. അവരെല്ലാം വനംവകുപ്പ് അന്വേഷിച്ച് നടക്കുമ്പോൾ ഇപ്പോഴും ആ അനുഭവം ഉണ്ടായോ? ഇന്നലെ ഈ ആനയെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. അതിനിടയിലാണ് ഇന്ന് രാവിലെ 24ന്റെ ക്യാമറ കണ്ണിൽ ഈ ആന പെടുന്നത്. വൈകുന്നേരവും ഇത് തന്നെയാണ്. പക്ഷേ ജനവാസ മേഖലയിലേക്ക് ആന നിരന്തരം എത്തുന്നു എന്നുള്ളതാണ് ഈ പ്രദേശവാസികളെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്നത്. അത് ഈ ആനയുടെ ആരോഗ്യസ്ഥിതി ഗുരുതരാവസ്ഥയിലായതിനു ശേഷമാണ് ആന ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിത്തുടങ്ങിയതെന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഈ ആനയുടെ മസ്തകത്തിലെ മുറിവിൽ നിന്ന് പുഴുവരിച്ചിറങ്ങുന്ന ദൃശ്യങ്ങൾ 24 പുറത്തുവിട്ടിരുന്നു. ഇന്ന് രാവിലെയും നടക്കാനിറങ്ങിയ രണ്ടുപേരെ ഈ ആന ഓടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് ആനയുടെ മുറിവ് കൂടുതൽ ഗുരുതരാവസ്ഥയിലേക്ക് പോയതോടുകൂടിയാണ് ഈ ആളുകളെ ആക്രമിക്കുന്നതിലേക്ക് അടക്കം നയിച്ചതെന്നാണ് പറയുന്നത്. എന്തായാലും വെറ്റിലപ്പാറ 15-ലാണ് ആന ഇറങ്ങിയത്. ജനവാസ മേഖലയിൽ നിന്ന് ആനയെ ഇപ്പോൾ തുരത്തി ഈ പ്ലാന്റേഷന്റെ എണ്ണപ്പനത്തോട്ടത്തിലേക്ക് കയറ്റിവിട്ടിട്ടുണ്ട്. ചാലക്കുടി പുഴയോട് ചേർന്ന മേഖലയാണ്. എന്തായാലും ജനവാസ മേഖലയിൽ നിന്ന് ആന നീങ്ങിയിട്ടുണ്ട്. നാളെ രാവിലെ ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള സംഘം അതിരപ്പള്ളിയിലെത്തി ആനയെ മയക്കുവെടി വെച്ച് പിടികൂടി ഈ കോടനാട് എത്തിച്ച് ചികിത്സ നൽകുന്ന ദൗത്യം ആരംഭിക്കുകയും ചെയ്യും. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്.